തന്റെ ഒരു ചിത്രം റീ റിലീസായി എത്തി അതിൽ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അത് വ്യക്തമാക്കിക്കൊണ്ട് സംവിധാനം തന്നെ എത്തുകയും ചെയ്തു. മോഹൻലാൽ വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തിന്റെ ഈ സിനിമ ഇന്നത്തെ പ്രേക്ഷകർ ഇത്ര വലിയ രീതിയിൽ സ്വീകരിച്ചതിന്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ചെന്നൈയിലേക്ക് എത്തി അതിനുശേഷം ചിത്രം കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ കണ്ടതിന് ശേഷം മോഹൻലാൽ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ്. 24 വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും കാണാനിടയായി. ദേവദൂതൻ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ അസാധാരണമായ ചാരുത ചേർത്ത് മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ. ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത വെർഷൻ വീണ്ടും കണ്ടതിന് ശേഷം മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മോഹൻലാൽ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകരും അതുപോലെ പ്രേക്ഷകരും. പ്രേക്ഷകർ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൽ. കാരണം ഈ ചിത്രത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും അറിയാവുന്ന അവർ ആ ചിത്രം ഒന്നുകൂടി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. മോഹൻലാലിന്റെ അഭിനയ മികവ്, വിസ്മയിപ്പിക്കുന്ന പ്രകടനം ഒക്കെ കണ്ടു. കൂടാതെ ഈ ചിത്രത്തിന്റെ മാജിക്കും പാട്ടുകളും വിസ്മയിപ്പിക്കുന്ന ഒരു സിനിമയുമായി നമ്മുടെ മുന്നിലെത്തിയപ്പോൾ തലമുറകൾ കഴിഞ്ഞ് അതിനെ ആഘോഷിക്കുകയാണ്. ദേവദൂതന്റെ വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ദിവസവും പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഏതാണ്ട് 25 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ദേവദൂതൻ എന്ന ചിത്രം തിങ്കളാഴ്ചയും നേടിയെടുത്തത്. ഒരു രീതിയിലുള്ള പിന്നോട്ട് പോക്കും ഇല്ല, മുന്നോട്ട് പോക്ക് തന്നെ. ചിത്രത്തിന്റെ ഡിമാൻഡ് കണക്കാക്കി ഷോകളുടെ എണ്ണം കൂട്ടുന്നതല്ലാതെ കുറയുന്നില്ല. അത് കഴിഞ്ഞ ദിവസവും കാണുകയുണ്ടായി. ഇന്നേ ദിവസം ഷോകൾ കൂട്ടിയ തിയേറ്ററുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 1.50 കോടിയാണ് ദേവദൂതൻ എന്ന ചിത്രം 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുകയാണ്. ഇപ്പോൾ 1.50 കോടിക്ക് മുകളിലാണ് 4 ദിവസം കൊണ്ട് ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫിൽ നിന്നും ഓപ്പണിംഗ് വീക്കെൻഡിലൂടെ 22 ലക്ഷം സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കൂടി കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഗംഭീര മൈൽ സ്റ്റോണുകളാണ് ദേവദൂതൻ എന്ന ഈ ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നേ ദിവസം പ്രീസെയിലൂടെ തന്നെ 10 ലക്ഷം മറികടന്നു എന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിട്ടുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തുകയും ചെയ്തിരുന്നു. 214 ഷോകളുടെ കണക്കുകൾ വെച്ചാണ് ദേവദൂതൻ പ്രീസെയിലൂടെ 10 ലക്ഷം മറികടന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ പറയാം, ദേവദൂതൻ ഗംഭീര മുന്നേറ്റമാണ് ഓരോ ദിവസവും കാണിച്ചു വെക്കുന്നത്. അതിനാൽ തന്നെ ഷോകളുടെ എണ്ണങ്ങൾ കൂടുന്നു എന്നത് തിയേറ്ററുകാർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചു. ഗംഭീരമായ പ്രേക്ഷക റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന്റെ പോക്കും അങ്ങനെ തന്നെ. തിയേറ്ററിൽ തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. തങ്ങൾ ടിവിയിൽ മാത്രം കണ്ട ഒരു സിനിമ, തിയേറ്ററിൽ കണ്ട ഓർമ്മകൾ അവർക്ക് അത്ര കണ്ട് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇത്തവണ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായ തിയേറ്റർ എക്സ്പീരിയൻസ് അതൊരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആണെന്ന് അവർ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴും ദേവദൂതൻ എന്ന ചിത്രം നിരവധി തവണ കണ്ട പ്രേക്ഷകർ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് വാചാലരാകുന്ന കാഴ്ചകളും കാണാനായി. അതിൽ തന്നെ ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ് മോഹൻലാലിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച്. ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ കാണുന്നവരുടെ മനസ്സിലേക്ക് തീർച്ചയായും കടന്നു വരുന്ന ഒരു ചോദ്യം ഉണ്ടാകും. ദേവദൂതൻ റീ റിലീസ് പോസ്റ്റുകളിൽ ആവർത്തിച്ച് വരുന്ന 2 അവകാശവാദങ്ങളെ കുറിച്ച് ആദ്യം പറയാം. ഒന്ന്, ദേവദൂതനിലെ മോഹൻലാൽ ചെയ്ത വേഷം ഇന്ത്യൻ സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ലെന്നും സ്ഥാപിച്ചുകൊണ്ട് കുറെ ഫാൻ പോസ്റ്റുകൾ വരുന്നുണ്ട്. 2, അദ്ദേഹം ഈ സിനിമയിൽ കാണിച്ച ചില ഭാവങ്ങൾ അത്രയും കോംപ്ലക്സിറ്റി നിറഞ്ഞതാണെന്നും അത് അഭിനയിച്ച് വലിപ്പിക്കുക അത്ര എളുപ്പമല്ലെന്നും സ്ഥാപിച്ചുകൊണ്ടും പോസ്റ്റുകളുടെ കുത്തൊഴുക്ക് തന്നെയുണ്ട്. ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് ആ വ്യക്തി പറയുകയാണ്: ഈ 2 പ്രസ്താവനകളും ഫാൻസിന്റെ തള്ളലുകളല്ല, സത്യമായ കാര്യമാണ്. ആ വേഷത്തെ മോഹൻലാൽ എന്ന അനുഗ്രഹീത നടൻ കൺസീവ് ചെയ്ത രീതി പഠിക്കേണ്ടത് തന്നെയാണ്. സാധാരണ പ്രേക്ഷകർക്ക് പെട്ടെന്ന് കോംപ്രിഹെൻസീവ് ആകാത്ത രീതിയിലുള്ള കഥാപറച്ചിൽ ആയിരുന്നു ദേവദൂതന്റേത്. ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട് എന്ന നിഗൂഢമായ ടാഗ് ലൈനിൽ പുറത്തു വന്ന ഈ സിനിമയെ അന്നത്തെ പ്രേക്ഷകർ കൈവിട്ടതിന്റെ കാരണം സിനിമയുടെ പ്ലോട്ട് തന്നെ ഇച്ചിരി സങ്കീർണമായിരുന്നു. കൂടാതെ മറ്റൊരു ചോദ്യം കൂടി അവരുടെ മുന്നിലേക്ക് ഉയരുകയാണ്: ഇങ്ങനെയൊക്കെ അഭിനയിച്ചിരുന്ന ലാലേട്ടൻ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഓർമ്മകൾ സൂക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു അഭിനയ നിമിഷം മലയാള പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ടോ എന്നത്. അവർക്ക് ഓർത്തെടുക്കാൻ പറ്റിയ അങ്ങനെ ഒരു വേഷം ഇല്ല എന്നതാണ് അവർ എടുത്തു പറയുന്നത്. വില്ലൻ എന്ന സിനിമയിലെ മാഞ്ഞൂരാന് ശേഷം കടലാഴങ്ങൾ സമ്മാനിച്ച ആ ഭാവ ഗരിമകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ആരെങ്കിലും കണ്ടവരുണ്ടോ എന്ന ചോദ്യം. മോഹൻലാലിന് ഇങ്ങനെ ചില അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു വേഷവും പിന്നീട് വന്നില്ല എന്നതാണ് അവരുടെ വലിയൊരു നിരാശ. എന്നാൽ ദൃശ്യം 2ഉം പ്രോഡാഡിയും പോലത്തെ ഗംഭീര ചില മാനറിസങ്ങൾ, മോഹൻലാൽ ഭാവങ്ങൾ ഉള്ള സിനിമകളും വന്നിരുന്നു. പക്ഷെ തിയേറ്ററിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതാണ് നമുക്കിങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നതും. എന്നിരുന്നാലും വരാൻ പോകുന്ന സിനിമകളിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകാം. കാരണം അങ്ങനെ ചില മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തും. ദേവദൂതനിലൂടെ അങ്ങനെ ചില കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. തീർച്ചയായും ദേവദൂതൻ അദ്ദേഹത്തിലെ അഭിനയ കലയുടെ തോർന്നുമാറി നിന്ന ഒരു മഴ പെയ്ത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറച്ചു കാലമായി മരം പെയ്യുന്നത് കണ്ട് ഓർമ്മയിൽ കൊണ്ട ആരാധകർക്ക് ശരിക്കും പെയ്തു തീർത്ത ഒരു മഴക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദേവദൂതൻ. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട്. കൂടാതെ മോഹൻലാലിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന ചില ഗംഭീര സിനിമകളും മോഹൻലാലിന്റെ ആ ഗംഭീര ഭാവങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്ന മോഹൻലാലിനെ നമുക്ക് സമ്മാനിക്കും.